ഡോക്ടർ ജി ഗോപകുമാർ. ഇന്ദിരാഗാന്ധിക്കെതിരായ ജെപിയുടെ മുന്നേറ്റം മുതൽ യു പി എസ് സർക്കാരിനെ താഴെ ഇറക്കിയ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലുള്ള ആ മുന്നേറ്റത്തിന് വരെ സാക്ഷ്യം വഹിച്ച രാംലീല മൈതാനിയിലാണ് പുതിയ ഒരു മുന്നേറ്റം നമ്മൾ ഇന്ന് കണ്ടത്. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തിപ്രകടനമായി അക്ഷരാർത്ഥത്തിൽ അത് മാറി എന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മുന്നേറ്റങ്ങളുടെ കരുത്ത് അതിനുണ്ടോ? അതിനുള്ള സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടോ? ഇന്ത്യ മുന്നണിക്ക് ഒരു ആൾട്ടർനേറ്റീവ്, ഒരു ബദൽ ശക്തിയായി വരാൻ അതിനുള്ള കരുത്ത് ആർജിക്കാനുള്ള സമയം വാസ്തവത്തിൽ വൈകിപ്പോയി എന്ന് തോന്നുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഒരു 2 മാസം മുമ്പേ തന്നെ ഈ സഖ്യത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു കൺസോളിഡേഷനും ഒരുമിച്ച് BJP എതിർക്കാനുള്ളൊരു തീരുമാനവും ഒറ്റക്കെട്ടായി മത്സരിക്കാനുള്ള തീരുമാനവുമായിരുന്നു. പൊതുവായൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, JP മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അണ്ണാ ഹസാരെയുടെ മൂവ്മെൻറ്റ്, അവിടെയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് വന്ന് ഒറ്റക്കെട്ടായി നിന്ന് എതിരായിട്ടുള്ള വോട്ടുകൾ വിഭജിച്ച് പോകാതെ ഒരുമിച്ച് നിന്നാണ് മത്സരം നടത്തിയത്. അതിൻ്റെ ഗുണം 77-ലും മറ്റും കണ്ടതാണ്. ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിലും നമ്മൾ കണ്ടതാണ് 2014-ലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനനുസരിച്ച് BJPക്ക് ബദലായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് മാറി മാറിയുള്ള ഗോൾ പോസ്റ്റുകളാണ് ഇതുവരെ പറയുന്നത്. ന്യായമോ അന്യായമോ എന്ത് പറഞ്ഞാലും ഇത് മാച്ച് ഫിക്സിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലാണ് അത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ നടത്തുന്ന സമരമാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം മറുവശത്ത് ചർച്ച ചെയ്യാൻ. പക്ഷെ അതിന് കഴിയില്ല. കാരണം ഇവരെല്ലാം ഇലക്ട്രൽ ബോണ്ടിലെ കൈപ്പറ്റിയവരാണ്, കറപുരണ്ടവരാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇലക്ട്രൽ ബോണ്ടിൽ മിക്കവാറും അഴിമതിക്ക് വിധേയരായില്ലെങ്കിൽ ആ പണം കറപ്ഷൻ്റെ പാർട്ടി കൂടി വന്നു, അത് ബാങ്കിൽ കൂടി വന്നെങ്കിലും അത് ന്യായീകരിക്കാവുന്ന രീതിയിലുള്ളൊരു സുതാര്യത അതിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അൾട്ടർനേറ്റീവായിട്ട് ഒരു നറേഷൻ കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം അഴിമതിക്കെതിരെയുള്ളൊരു സമരമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സിസോഡിയെ പോലുള്ളൊരു ഉപമുഖ്യമന്ത്രിയെ നീണ്ടകാലം ജയിലിലിടുകയും പല നേതാക്കൾക്കെതിരെ നീണ്ടകാലമായിട്ട് സമൻസ് അയക്കുകയും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ 7-8 സമൻസ് അയച്ചിട്ടും അതും വകവയ്ക്കാതിരുന്നതിന് ശേഷം വന്ന ഒരു അറസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇവിടെ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഞാൻ കണ്ടില്ല ഡൽഹിയിൽ. ആ നിലയ്ക്ക് ഒരു വലിയൊരു മുന്നേറ്റമായി അത് മാറി. മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഏതാണ്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 2 മാസം മുമ്പേ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഒരു ബലാബലം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ വളരെ വൈകിയാണ് വന്നത്. പക്ഷേ വന്ന ഗ്രൗണ്ട് തന്നെ അഴിമതിയാണ്. അപ്പോൾ അതിനകത്ത് 77-ലെ കാര്യത്തിൽ ഏകാധിപത്യം എന്ന് പറഞ്ഞതുപോലെയോ ഇല്ലെങ്കിൽ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിലെ അഴിമതിക്കെതിരെയുള്ള മൂവ്മെൻറ്റ്, ഇതിപ്പോൾ കറപുരണ്ടിരിക്കുന്നത് എല്ലാവർക്കുമുണ്ട്, സാമ്പ്രദായിക പാർട്ടികൾക്കെല്ലാം. പക്ഷേ അഴിമതി എന്നതല്ല ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്നത്തെ അവരുടെ ലോക് തന്ത്ര ബജാവോ റാലി പോലും ഭരണഘടനയെ സംരക്ഷിക്കുക, രാജ്യത്തെ വീണ്ടെടുക്കുക, അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പുതിയ നറേറ്റീവ് സൃഷ്ടിക്കാനായിരിക്കാം ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോഴല്ലേ അത് വരുന്നത്. ഇതിന് കുറച്ച് നാൾ മുമ്പ് വരെ കോൺഗ്രസ് വരെ ആം ആദ്മി പാർട്ടിക്കെതിരെ പഞ്ചാബിലും ഗോവയിലുമെല്ലാം കള്ളപ്പണം ഇറക്കിയെന്ന് ആക്ഷേപിച്ച വീഡിയോകൾ നമ്മൾ എത്ര കണ്ടതാണ്. വൈരുദ്ധ്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെ കോൺഗ്രസ് പറഞ്ഞു, ഇത് ഒരു ആം ആദ്മി പാർട്ടി നേതാവിന് ഒരു വ്യക്തിപരമായ ഒരു കാര്യമല്ല, ഇത് വാസ്തവത്തിൽ മറ്റെല്ലാ പാർട്ടികൾക്കും ബാധകമായ കാര്യമാണ്. കോൺഗ്രസും ഇതേ പ്രോബ്ലത്തിൽ സഫർ ചെയ്തതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റേതായ പരാതി ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്, അല്ലാതെ വ്യക്തിപരമായ അരവിന്ദിൻ്റെ പ്രോബ്ലം അല്ല എന്ന രീതിയിൽ മാറ്റുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരു പുതിയൊരു വ്യാഖ്യാനം, അതിൻ്റെ ഒരു നറേഷൻ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. ശരി.